നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ട്. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ എന്ന മന്ത്രി OR കേളു. പുത്തുനിര ഗ്രാമപഞ്ചായത്ത് അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പത്തി ഉന്നതിയിൽ പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി കാര്യാട്ടുകര റിംഗ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. മേയർ NK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ. അതുകൊണ്ടാണ് കേരള സർക്കാർ വിദ്യാഭ്യാസ പദ്ധതിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു. പുത്തുനിര പഞ്ചായത്ത് അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവരുടെ ഈ ഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രവൃത്തികൾ നമ്മുടെ കേരള സർക്കാർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ വിഭാഗത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതി. അപ്പൊ വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ ഈ വിഭാഗത്തിന്റെ പുരോഗതി കൈവരിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന് ആര് പറഞ്ഞു തന്നിപ്പോ രണ്ട് വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടല്ലേ. ഒന്ന് മഹാനായിട്ടുള്ള അയ്യങ്കാളി പറഞ്ഞിട്ടുണ്ട്, മഹാനായിട്ടുള്ള ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട് ഇല്ലേ. അപ്പൊ വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ ഏതൊരു സമൂഹത്തിന്റെ പുരോഗതി കൈവരിക്കാൻ സാധിക്കും. മഹാന്മാരെ നേരത്തെ പറഞ്ഞു വെച്ച കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ സർക്കാർ വിദ്യാഭ്യാസ പദ്ധതിക്കാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പട്ടികജാതി വിഭാഗത്തുനിന്ന് കലക്ടർമാരുണ്ടാവണം, അതിനു വേണ്ടിയിട്ട് IAS കോച്ചിങ് കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ ആരും ജയിക്കുന്നില്ല. ചടങ്ങിൽ VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്, വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് AP വിദ്യാധരൻ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സംഗീത അനീഷ്, വാസന്തി സുബ്രഹ്മണ്യൻ, മെമ്പർമാരായ VA നദീർ, VS അരുൺരാജ്, C ധനുഷ് കുമാർ, ജിസ്മി സോണി, VN രാജേഷ്, ശൈലജ സന്തോഷ്, AV ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് സെക്രട്ടറി KS സുരേഷ്, TK സന്തോഷ്, UV വാസുദേവൻ എന്നിവർ സംസാരിച്ചു. പൊയ്യ ഗ്രാമപഞ്ചായത്തിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പത്തി ഉന്നതിയിൽ പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിച്ചു. ഈ പദ്ധതിയുടെ പേര് അംബേദ്കർ ഗ്രാമ വികസന പദ്ധതി എന്നാണ്. ഒരു വർഷം നമ്മൾ ഇത്തരത്തിലുള്ള 100 ഉന്നതിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. SC വിഭാഗത്തിൽ 50ഉം ST വിഭാഗത്തിൽ 50ഉം, അങ്ങനെ ഒരു വർഷം 100 ഉന്നതി. ഒരു ഉന്നതിക്ക് നമ്മൾ 1 കോടി രൂപയാണ് കൊടുക്കുക. അപ്പോൾ ഈ 10 വർഷം പിന്നിടുമ്പോൾ നമ്മൾ ഏകദേശം കേരളത്തിൽ 1000ഓളം ഉന്നതികളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രത്യേകമായിട്ട് ചില ഉന്നതികൾ സെലക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മേഖലയിൽ പല പദ്ധതിയും നടപ്പാക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ പദ്ധതി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പാക്കുമ്പോൾ ചിലപ്പോൾ അതിലൊക്കെ ഏറ്റവും മോശമായി കിടക്കുന്ന ചില ഇങ്ങനെയുള്ള ഉന്നതികൾ കാണും. അവിടെ ചിലപ്പോൾ സാനിറ്റേഷൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ വൈദ്യുതി ഉണ്ടാവില്ല, അല്ലെങ്കിൽ റോഡ് സൗകര്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ സാംസ്കാരിക നിലയം ഉണ്ടാവില്ല. ഇങ്ങനെ തുടങ്ങിയ പല വിഷയങ്ങളും പോരായ്മ മൂലം വളരെ പുറകിൽ നിൽക്കുന്ന ഉന്നതികൾ കാണും. VR സുനിൽകുമാർ MLA അധ്യക്ഷത വഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രേഖ ഷാൻഡി, വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PK ഡേവിസ്,
സന്ധ്യ നേഴ്സൺ, പൊയ്യ പഞ്ചായത്ത് അംഗങ്ങളായ റഹ്മത്ത് ചൊവ്വര, സിബി ഫ്രാൻസിസ്, അനില സുനിൽ, രാജേഷ് മോഹൻ, പഞ്ചായത്ത് സെക്രട്ടറി ടി സി ഗീത, കെ പി ഹരി, സി എൻ സുധാർജനൻ, കെ സി വർഗീസ് എന്നിവർ സംസാരിച്ചു. കാര്യാട്ടുകര റിംഗ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായാണ് റോഡിന്റെ ഉദ്ഘാടനം നടന്നത്. മേയർ എം കെ വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഡിവിഷൻ കൗൺസിലർ ലാലി ജെയിംസ് അധ്യക്ഷനായി. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിൽ, മാധ്യമപ്രവർത്തകൻ അജിത് മേനോൻ, പൊന്നേങ്കാട്ടിൽ എന്നിവർ സന്നിഹിതരായിരുന്നു. ഒരു നൂറ്റാണ്ടിന് മുൻപ് ചാവറ കുര്യാക്കോസ് അച്ചൻ ഇവിടെ വന്നിറങ്ങിയതും സെന്റ് അലോഷ്യസ് കോളേജ് എഴുത്തുരത്തുണ്ടായതും ചരിത്രമാണ്. കോർപ്പറേഷന്റെ ചാവറ ബണ്ട് റോഡ് അവസാനിക്കുന്നത് ഈ കാര്യാട്ടുകര തുരുത്തിലാണ്. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി 3 കോടി രൂപ ഇവിടെ ചിലവഴിക്കാനുണ്ട്. കാര്യാട്ടുകരയെയും നെടുപുഴയെയും ബന്ധിപ്പിക്കുന്ന ബണ്ട് റോഡ് അതിന്റെ ഭാഗമായി ഉണ്ടെന്ന് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തിൽ അറിയിച്ചു. സിംഗപ്പൂർ മാതൃകയിലുള്ള ടൂറിസം പദ്ധതിക്കുള്ള ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയുണ്ടെന്ന് മേയറും അഭിപ്രായപ്പെട്ടു. ചരിത്രപ്രധാനമായ അരണാട്ടുകരയായിരുന്നു തൃശ്ശൂരിന്റെ ആസ്ഥാനം. അവിടെയുള്ള എല്ലായിടത്തേക്കുമുള്ള അരി എത്തിയിരുന്നത് വഞ്ചിക്കുളത്തായിരുന്നു. വഞ്ചിക്കുളത്തെ ജലഗതാഗതമായിരുന്നു തൃശ്ശൂരിന്റെ കച്ചവട വ്യവസായത്തിന്റെ നാഡി. ആ വഞ്ചിക്കുളം റോഡിനെ ബന്ധിപ്പിക്കുന്ന കപ്പൽ റൂട്ട് ഇവിടെയുണ്ടെന്നുള്ളത് ചരിത്രപ്രധാനമായ കാര്യമാണ്. അരണാട്ടുകരയിലെ വഞ്ചിക്കുളമായിരുന്നു തൃശ്ശൂർ റൗണ്ടിന് മുൻപ് ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്നത്. ഇതെല്ലാം ഇക്കോ ടൂറിസത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായാണ് റോഡിന്റെ ഉദ്ഘാടനം നടന്നത്. സംഘടനാ സമിതി ചെയർമാൻ ബിനു, മറ്റു പ്രതിനിധികളായ അനിൽ ഉണ്ണികൃഷ്ണൻ, രാധാകൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. മീഡിയ ടൈം, തൃശൂർ. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതിലും DCC ജനറൽ സെക്രട്ടറി AA അഷ്റഫിനെതിരെ കള്ളക്കേസ് ചുമത്തിയതിലും പ്രതിഷേധിച്ച് മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. BJP ഭരിക്കുന്ന ഛത്തീസ്ഗഡിൽ ക്രൈസ്തവ മതവിശ്വാസം വെച്ചു പുലർത്തുന്ന ആളുകളെ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ്, അവരെ മനുഷ്യക്കടത്തിന്റെ പേര് പറഞ്ഞ്, അവരെ മതന്യൂനപക്ഷങ്ങൾക്ക് രാജ്യത്തിനകത്ത് നൽകിയിട്ടുള്ള ഭരണഘടനാപരമായ അവകാശങ്ങൾ നിഷേധിക്കുന്ന രീതിയിൽ അവരെ സംഘടിതമായി ആക്രമിക്കുന്ന കാഴ്ച കഴിഞ്ഞ കുറേയേറെ കാലമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിനകത്ത് മധ്യപ്രദേശിൽ ജബൽപൂരിൽ, ഒഡീഷയിൽ കന്ധമാലിൽ എന്നിങ്ങനെ എത്രയോ ഇടങ്ങളിൽ ഈ രാജ്യത്തിനകത്ത് ക്രൈസ്തവ മതവിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകൾ ആക്രമിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കന്യാസ്ത്രീമാർക്ക് അവരുടെ തിരുവസ്ത്രം ധരിച്ചുകൊണ്ട് പൊതു ഇടങ്ങളിൽ യാത്ര ചെയ്യാൻ പോലും സാധിക്കാത്ത രീതിയിൽ രാജ്യത്തിന്റെ മണ്ണിൽ ഇന്ന് ക്രൈസ്തവ വിരോധം BJPയും സംഘപരിവാർ സംഘടനകളും ഇവിടെ വ്യാപകമായി അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. മാള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷത വഹിച്ചു. CPMൽ നിന്നും രാജിവെച്ച് കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ച ഇബ്രാഹിം നാലകത്തിനെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് NS വിജയൻ സ്വീകരിച്ചു. PD ജോസ്, ജോഷി കഞ്ഞുത്തറ, സോയ് കോരഞ്ചേരി, ഹക്കീം ഇക്ബാൽ, ഔസേപ്പച്ചൻ ജോസ്, KR പ്രേമ, ഷേർലി ജോയ്, ഷീല ജോസ്, വത്സൻ പഴുക്കര, അഷ്റഫ് വെളുത്തേരി, ജലീൽ മാരേക്കാട, ഉണ്ണി CK, ഡെന്നി പള്ളൻ, ജിയോ കുടിയൻ എന്നിവർ സംസാരിച്ചു. ഓണം അലവൻസ് അനുവദിക്കണമെന്ന് KSRTC പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ മാള യൂണിറ്റ് സമ്മേളനം ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് VV അച്യുതൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പെൻഷനും സമയബന്ധിതമായി കൊടുക്കാനുള്ള തീരുമാനമായി ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി പരിഹരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം അത് ഉദ്ഘാടനത്തിൽ പല സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശ്രീ TB രാമകൃഷ്ണൻ നിർദ്ദേശമനുസരിച്ചാണ് നമ്മൾ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ആദ്യമായി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ ഗവൺമെന്റിന്റെ ഒരു പ്രതിനിധി നമ്മുടെ സമ്മേളനത്തെ അഭിവാദ്യം സംസാരിച്ചിട്ടില്ല. ജനറൽ സെക്രട്ടറി പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രശ്നം മറവ് അഭിവാദ്യം ചെയ്തുകൊണ്ട് യൂണിറ്റ് പ്രസിഡന്റ് MO വർക്കി അധ്യക്ഷത വഹിച്ചു. TB രവി, TH വിശ്വംഭരൻ, M ബാലസുബ്രഹ്മണ്യൻ, PC രവി, CM ഗംഗൻ, ML ബേബിരാജൻ, NK വേലായുധൻ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ സ്കൂൾ കലോത്സവം സർഗം 2025 വിവിധ കലാപരിപാടികളോടെ നടന്നു. സിനി ആർട്ടിസ്റ്റ് അഖിൽ പ്രഭാകർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ദേവറാമിന്റെ ഒരു സ്ഥിരം വേട്ടവർക്കായിരുന്നു ഞാൻ. ദേവറാം എന്തൊക്കെയോ എന്നെ കുറിച്ച് ഇവിടുത്തെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ കുറെ പൊടിപ്പും തെങ്ങലൊക്കെ വെച്ച് വന്ന് പറയാറുണ്ട്. ഞാനാണെങ്കിൽ അവന്റെ ഓരോ കാര്യങ്ങളായിട്ട് ഇവിടെ സ്കൂൾ വിസിറ്റ് ചെയ്യുമ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെ പറയാറുണ്ട്, പൊടിപ്പിൻ തള്ളായിരിക്കുന്നതിലേക്ക്. എന്തായാലും ഇങ്ങനെ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചത്, ഇനാഗുറേഷൻ ചെയ്യാൻ സാധിച്ചതൊക്കെ വളരെയധികം സന്തോഷം.
കാണുമ്പോൾ സ്വാഭാവികമായിട്ടും എനിക്ക് എൻ്റെ ഒരു ചൈൽഡ്ഹുഡും ആ ഒരു സ്കൂൾ ലൈഫൊക്കെയാണ് ഓർമ്മ വരുന്നത്. അന്ന് നല്ല രസമായിരുന്നു സ്കൂൾ ലൈഫ്. പിന്നെ ഒരു ആകെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അന്നത്തെ ടീച്ചേഴ്സിൻ്റെ സാറുമാരുടെ ആയാലും ടീച്ചേഴ്സിൻ്റെ ആയാലും ഈ നീളത്തിലൊരു പണിയും. ചടങ്ങിൽ ഭാരതീയ വിദ്യാനികേതൻ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർ TN രാമൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PG ദിലീപ്, മാനേജർ U പ്രഭാകരൻ, സ്കൂൾ മാതൃസമിതി പ്രസിഡന്റ് ശ്രുതി ഷൈനോ, ക്ഷേമസമിതി പ്രസിഡന്റ് AK ഗംഗാധരൻ, ആർട്സ് ക്യാപ്റ്റൻ ശ്വേത പ്രമോദ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിന്റെയും പുരോഗതി കൈവരിക്കാൻ സാധിക്കൂ എന്ന മന്ത്രി OR കേളു. പുത്തുനിര ഗ്രാമപഞ്ചായത്ത് അംബേദ്കർ ഗ്രാമം പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൊയ്യ ഗ്രാമപഞ്ചായത്തിൽ അംബേദ്കർ ഗ്രാമം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പത്തി ഉന്നതിയിൽ പൂർത്തീകരിച്ച വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടന്നു. മന്ത്രി OR കേളു ഉദ്ഘാടനം നിർവഹിച്ചു. ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായി കാര്യാട്ടുകര റിംഗ് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. മേയർ NK വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.